ചിട്ടയായ സംവിധാനം, കൃത്യവും സൂക്ഷ്മവുമായ നീക്കങ്ങൾ. ഒളിവിൽ രാഹുലിനെ തുണച്ചത് കർണാടക കോൺഗ്രസ് ലോബി. പരാജയത്തിലും വിജയിച്ച് കേരള പോലീസും സിപിഎമ്മും. നവംബർ 27 രാത്രിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നിന്ന് സ്വയം ഊളിയിട്ടോടുന്നത്. നേരെ പോയത് പൊള്ളാച്ചിയിലേക്കായിരുന്നു. കേരള പോലീസിന് തരിമ്പുപോലും പിടികൊടുക്കാത്ത ഒളിവു ഓപ്പറേഷന്റെ തുടക്കമായിരുന്നു അത്. മുഖ്യമന്ത്രിക്ക് യുവതി പരാതി നൽകിയതും കേസെടുത്തതും അറിഞ്ഞതോടെയാണ് MLA ഓഫീസിൽ നിന്ന് രാഹുൽ ഡ്രൈവറും സഹായിയുമായി ഇറങ്ങിയത്. നടിയുടെ ചുവന്ന കാറിലായിരുന്നു യാത്ര. എന്നാൽ പൊള്ളാച്ചിയിൽ വെച്ച് കാർ മാറിക്കയറി. ബഗലൂർ വഴി പിന്നെ ഹോസൂരിലേക്ക്. ഹോസൂരിലെയും മറ്റും ഫാം ഹൗസുകളിലായിരുന്നു മാറി മാറിയുള്ള തങ്ങൽ. കേരള പോലീസിന്റെ നീക്കങ്ങൾ അപ്പോഴേക്കും രാഹുലിന്റെ ചെവിയിൽ അനുനിമിഷം എത്തിക്കൊണ്ടിരുന്നു. ഇനി എന്ത് എന്ന ചോദ്യം ഉയരുന്നതിനു മുമ്പേ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ അപ്പപ്പോൾ എത്തിക്കാനും കർണാടകയിലെ കോൺഗ്രസ് നിയന്ത്രിക്കുന്ന പോലീസിനെ അറിയിക്കാനും സംവിധാനമായി. പാർട്ടിയിലെ ചില യുവനേതാക്കളായിരുന്നു ഇതിനൊക്കെ പിന്നിൽ. ആദ്യം മുതൽ രാഹുലിനെ ഇടവിടാതെ സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരാണ് ഇതിനു പിന്നിൽ. അവർ നീക്കിയ കരുക്കൾ പോലീസിനെ കുഴച്ചു. ഓരോ തവണയും പോലീസ് എത്തും മുമ്പേ രാഹുൽ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. തിരുവനന്തപുരം കോടതിയുടെ വിധി അനുകൂലമാക്കുമെന്ന് കരുതിയായിരുന്നു നീക്കങ്ങൾ. അത് എതിരായതോടെ ബാംഗ്ലൂരിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കായി യാത്രകൾ. വാഹനവും മൊബൈലും ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരുന്നു. ബാംഗ്ലൂരിലെ മലയാളിയായ അഭിഭാഷക വഴിയാണ് കർണാടക പോലീസിന്റെ രഹസ്യ സഹായം രാഹുലിന് കിട്ടിയത്. കേരള പോലീസ് എത്തി രാഹുലിന്റെ ഡ്രൈവറെയും സഹായിയെയും പിടികൂടിയതോടെ കേരളത്തിലേക്ക് കടക്കാനായി ശ്രമം. എന്നാൽ അത് വേണ്ടെന്ന് വെച്ചത് കോടതി വിധി എതിരായതോടെയായിരുന്നു. ഇതിനിടയിൽ പോലീസിന്റെ ശ്രദ്ധ തിരിക്കാനായി കർണാടകയിൽ നിന്ന് കാസർകോട്ടേക്ക് രാഹുൽ എത്തി എന്ന വ്യാജ വാർത്ത പുറത്തുവിട്ടു. പോലീസ് സംഘം നേരെ ഹോസ്ദുർഗ് കോടതി പരിസരത്തേക്ക്. നിമിഷങ്ങൾക്കകം സത്യാവസ്ഥ ബോധ്യമായ പോലീസ് ഇളിഭ്യരായി. ഇന്ന് ഹൈക്കോടതി വിധിയിൽ അറസ്റ്റ് തടഞ്ഞതോടെ ബാംഗ്ലൂരിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന കേരള പോലീസിനു മുന്നിൽ 10 ദിവസം നീണ്ട രാഹുൽ ഓപ്പറേഷൻ പരാജയപ്പെടുന്നതാണ് കണ്ടത്. അവർ കേരളത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ഇനി എന്ത് എന്നത് രാഹുലിനും കേരള പോലീസിനും CPM-നും മുന്നിലെ ചോദ്യചിഹ്നമാണ്. അതേസമയം അറസ്റ്റ് ചെയ്യാനായില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിഷയം കത്തിച്ചു നിർത്താനായി എന്നതിൽ സന്തോഷത്തിലാണ് CPM-ഉം സംസ്ഥാന സർക്കാരും. UTV ന്യൂസ്, പാലക്കാട്.